നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൃഷ്ണ, അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിന്റെ പേരിൽ അമ്മയുടെയും ചേച്ചിയുടെയും മുന്നില് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കാൻ എനിക്കിട വരുത്തരുതേ. കമ്പനിയില് എനിക്ക് തയ്യൽ ജോലിയാണെന്നാ അവര് വിശ്വസിച്ചിരിക്കുന്നത്. എന്റെ ശരിയായ ജോലി എന്താണെന്ന് എന്റെ അച്ഛന് മാത്രമേ അറിയൂ. അച്ഛന് തന്നെ അത് സഹിക്കാൻ പറ്റിയില്ല. എന്റെ ജോലി എന്താണെന്നും അമ്മയും ചേച്ചിയും അറിയാൻ ഇടവരുത്തരുതേ കണ്ണ. കൂടെ ഉണ്ടാവണേ ഭഗവാനെ. പാറു, വേഗം വാ. ആ, ദാ വരുന്നു. അമ്മ ഇവൻ കടലിലിറങ്ങാൻ പോവാ. കടല് കാണണമെന്ന് കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹ ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ. സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേടാ. കുട്ടിക്കാലത്ത് മുതലുള്ള ആഗ്രഹമാണത്രേ. അവളുടെ സംസാരം കേട്ടാ തോന്നും അവള് വലിയ അമ്മൂമ്മയാണെന്ന്. നിങ്ങളുടെ നാട്ടില് കടലില്ലേ? കടലുമില്ല, ട്രെയിനും ഇല്ല. അമ്പാടി, പേടിക്കണ്ട, കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കോ. വേണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? വാ, എന്റെ കൈ പിടിച്ചോ. പിടിക്കടാ, വാ. നല്ല സുഖമുണ്ടല്ലേ? നല്ല സുഖമുണ്ട്. മതിയാവുന്നവരെ കളിച്ചോ. ചെല്ല്. നിങ്ങളെന്താ ഇവിടെ നിന്ന് കളഞ്ഞ? കടപ്പുറത്ത് വന്നാ തിരയി കളിക്കണം. അത് കുട്ടികളായാലും മുതിർന്നവരായാലും. വാ, ഇറങ്ങ. അയ്യോ വേണ്ട, കുട്ടികളെ പോലെ തുള്ളി കളിക്കാനുള്ള പ്രായമാണോ എനിക്ക്? ഇതിനങ്ങനെ പ്രായമൊന്നുമില്ലമ്മേ. വെയില് താണാലേ അമ്മയെക്കാളും പ്രായമുള്ള അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഇവിടെ വരും. അവര് മണിക്കൂറുകളോളം തിരയി കളിക്കും. പറു, കൂട്ടിക്കൊണ്ടു പോ. വാ അമ്മേ, വാ ചേച്ചി. അപ്പോടി ഞാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ലമ്മേ. ദേ, അവര് കളിക്കുന്ന കണ്ടില്ലേ? നിങ്ങളുടെ കൂടെ വന്നത് കുഴപ്പമായി എന്നാ തോന്നുന്നേ. ലക്ഷ്മി, നീ വേണേ കടലിൽ ഇറങ്ങിക്കോ. വാശി പിടിക്കല്ലേ അമ്മേ, വരാനല്ലേ പറഞ്ഞേ. വാ, വേണ്ട. വന്നേ പറ്റൂ. വാ. വേണ്ടടി, വാ. എനിക്ക് വയ്യ. അകലിലെ പൊൻവെയിലെ താളമിടാം കൂടെ പുതുമണി കണ്ണിനയിൽ കൗതുകത്തിൻ കൂടെ മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട് പൂവാനക്കൊമ്പത്തെ പൂന്തിങ്കൾ പൂമ്പാറ്റേ പൂവരുമി കുഞ്ഞു നെറ്റിമേൽ ചന്ദനത്തണുപ്പ് പോലെ ഉമ്മ വെച്ചിനാം. എന്താ ചേച്ചി? പ്രിയനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടെ? അത് ഓർമ്മ വരുന്നില്ല, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട്.
നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഇരിക്കെ. എന്താ ക്ഷീണിച്ചോ? കുടിക്കാൻ എന്തെങ്കിലും വേണോ? സോഡയോ നാരങ്ങ വെള്ളോ സംഭാരോ എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ഒന്നും വേണ്ട മോനെ. പ്രിയന്റെ വീട് ഇവിടെ തന്നെയാണോ? അതോ പാറുവിനെ പോലെ ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന് താമസിക്കുവാണോ? ഏയ് അല്ല, ഇവിടെ തന്നെ എന്റെ വീട്. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് അമ്മയും ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. അച്ഛൻ? അച്ഛൻ മരിച്ചിട്ട് 8 വർഷമായി. എന്താ ചേച്ചി ഇത്രയും സമയം ആലോചിച്ചിട്ടും എവിടെ വെച്ചാ കണ്ടെന്ന് ഓർമ്മ വരുന്നില്ല. സത്യാണോ ചേച്ചിക്ക് വെറുതെ തോന്നാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചേച്ചി പറയുന്ന സത്യമാണെങ്കിൽ നല്ല ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും ചേച്ചി പ്രിയഞ്ചേട്ടനെ കണ്ടത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? പ്രിയഞ്ചേട്ടൻ നല്ല ആളാ. നല്ല ആളെന്ന് പറഞ്ഞാ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ജോലിക്ക് ചേർന്ന സമയത്ത് എനിക്ക് പ്രിയഞ്ചേട്ടനോട് ദേഷ്യായിരുന്നു. ഇയാളാ അത് ചെയ്തത്. വഷളനാ ഇയാള്. പെണ്ണുങ്ങളെ ചതിക്കാൻ ഇയാൾക്ക് ഒരു മടിയുമില്ല. ആരും ഇയാളെ വിശ്വസിക്കരുത്. നല്ല ആളായിട്ട് അഭിനയിക്കുന്നതാ. മനസ്സ് മുഴുവൻ ചീത്തയാ. അതെല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. എനിക്ക് മാപ്പ് തരണം. മാപ്പോ? നിങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്റെ ശത്രുവാണ്. പിന്നെ എപ്പോഴും ആ ഒരു കണ്ണുകൊണ്ടാ ഞാൻ നിങ്ങളെ കണ്ടത്. വെറുത്ത് 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 ഞാൻ നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക വരെ ചെയ്തു. മാപ്പ്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ നീ എന്നോട് മാപ്പ് പറഞ്ഞ പിന്നെ നിന്റെ അവസ്ഥ എനിക്കായിരിക്കും. കുറ്റബോധം കൊണ്ട് ഒരുങ്ങുന്നത് ഞാനായിരിക്കും. മാപ്പ് പറയാൻ മാത്രമുള്ള തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. പ്രിയഞ്ചേട്ടനോട് ഞാൻ എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു, തെമ്മാടിയെന്ന് എല്ലാരോടും പറഞ്ഞു നടന്നു. ഞാൻ കാരണം പോലീസിന്റെ അടിയും കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ദേഷ്യം പ്രിയഞ്ചേട്ടൻ എന്നോട് കാണിച്ചിട്ടേ ഇല്ല. എന്നിട്ടും എന്നെ സഹായിക്കാ ചെയ്തത്. എന്തിനു വേണ്ടിയായിരിക്കും പ്രിയ നിന്നെ സഹായിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും നിന്നോട് ദേഷ്യം കാണിക്കാത്തത്? അത് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. പ്രിയഞ്ചേട്ടന്റെ സ്വഭാവ ഗുണം അത്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നല്ല മനസ്സുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല.